നിങ്ങൾ ആരെങ്കിലും ഒറ്റ കൊടുത്തിട്ടുണ്ടാ? ഞാൻ ഒറ്റ കൊടുത്തിട്ടുണ്ട് ട്ടോ ഒരാളെ. അവർക്ക് അടിയും കിട്ടിയിട്ടുണ്ട്. ഞാൻ 1 തൊട്ട് 10 വരെ പഠിച്ചത് സെന്റ് ക്ലേഴ്സിലായിരുന്നു. 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താ. ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഞാനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് ഓടി കളിക്കാനായിട്ടാ. അപ്പൊ എന്റെ കൂടെ കളിക്കാനുണ്ടായിരുന്ന 2 ഫ്രണ്ട്സ് എന്റെ ഓർമ്മയിലുള്ളത് ഒന്ന് ജസ്മി, ഒന്ന് സുഷ്മിത. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് എന്റെ ബെല്ലടിച്ചു. എന്നിട്ട് ഞങ്ങള് കളി നിർത്താണ്ട് ഞങ്ങളുടെ കളി തുടർന്നുകൊണ്ടിരിക്കുക. സെന്റ് ക്ലേഴ്സിൽ പഠിച്ച ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു ടീച്ചർ ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങളുടെ PT ടീച്ചർ, ഓമന ടീച്ചർ. ആളെ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടി. ആളെ പേടിയില്ലാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ ആളെ അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. എന്റെ 2ാമത്തെ സ്കൂളിൽ സ്പോർട്സിനൊക്കെ ഉണ്ടായിരുന്നതാട്ടാ, കബഡിക്കും വെയിറ്റ് ലിഫ്റ്റിങ്ങിനൊക്കെ. അത് കാരണം അവൾക്ക് ആ ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ടീച്ചറെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുപോലെ തന്നെ പേടിയാണ്. ഇവിടെ വന്നിങ്ങനെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും പേടിക്കുന്ന ഒരു രൂപമാണ് കേട്ടോ ആ ടീച്ചറിനെ കുറിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാ നല്ല രീതിയിലാണെങ്കിൽ ടീച്ചറും ഭയങ്കര നല്ലൊരാളാണ്. അങ്ങനെ ഞങ്ങൾ ഈ ബ്രേക്ക് കഴിഞ്ഞ് ബെല്ലടിച്ചിട്ടും ആരും ക്ലാസ്സിൽ കയറാണ്ടായപ്പോ ടീച്ചർ അവിടെ ചൂരിലും കൊണ്ട് വന്നിട്ട് പറഞ്ഞേ, ഇപ്പൊ ഓടി കളിക്കണവരൊക്കെ അവിടെ നിൽക്കാൻ പറഞ്ഞു. പെട്ടില്ലേ ടീച്ചറുടെ അടി ഉറപ്പാ. ഞങ്ങള് മാത്രല്ല കേട്ടാ, അവിടെ കുറെ പേര് കളിക്കുന്നുണ്ട്. അപ്പൊ കുറെ പേര് അവിടെ സ്റ്റോപ്പായി. എന്താ ചെയ്യാ ടീച്ചർ, ഇനി വേറെ ഒരു രക്ഷയില്ല, ടീച്ചറുടെ അടി മേടിച്ചേ പറ്റും. അന്ന് ക്ലാസ്സിൽ ഞാൻ ലീഡറാണ് കേട്ടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ടീച്ചർ ഇങ്ങനെ ഓരോരുത്തർ ഒന്നും ചോദിക്കണമെന്നില്ല, എല്ലാവരും നിരത്തി നിർത്തിണ്ട് കൈ നീട്ടാൻ പറഞ്ഞ എല്ലാവരും ടീച്ചർ ഇങ്ങനെ അടിച്ചടിച്ച് വരികയാണ് കേട്ടാ. എന്റെ കൂടെ എത്താറേ ദൈവം, എനിക്ക് പേടിയായിട്ട് വയ്യാട്ടാ. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഞാൻ വേഗം ടീച്ചർ അടിച്ചു തന്നിട്ട് പറഞ്ഞു, ടീച്ചർ എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി സ്വർണ്ണമോതിരം ഇട്ട് വന്നിട്ട് കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു, അതാരാ, പോയി വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ സ്കൂളില് ഗോൾഡ് ഇടാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അതൊരു പാവം കുട്ടിയാണ് കേട്ടാ, ഞാൻ കുട്ടീനെ ഒറ്റ കൊടുത്തു. ഈ യൂദാസ് 30 വെള്ളിക്കാശിന് നമ്മുടെ ഈശാന് ഒറ്റ കൊടുത്ത ഒരു കഥയില് അതുപോലെ തന്നെ എനിക്ക് വെള്ളിക്കാശൊന്നും കിട്ടിയില്ല. അതിന് പകരം അടി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തൊരു പരിപാടിയാണ് കേട്ടത്. രസിത എന്നാണ് കേട്ടോ കുട്ടീന്റെ പേര്. പാവം പിടിച്ച കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ക്ലാസ്സിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ പാവം പിടിച്ച് ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് പഠിച്ചിരിക്കുന്ന കുട്ടി. അങ്ങനെ ഒരു കുട്ടിയാട്ടോ. എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാൻ അവളെ ഒറ്റ കൊടുത്തു കേട്ടോ ഗൈസ്. എനിക്കിപ്പൊ അത് ആലോചിക്കുമ്പോ ഭയങ്കര ഒരു വിഷമം. ഇപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ല, അന്ന് ഞാൻ ഒറ്റ കൊടുത്തല്ലേ, അത് കാരണം ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നു. ഞാൻ പറഞ്ഞു, ഓമൻ ടീച്ചർ വിളിക്കണ്ട്, നീ സ്വർണ്ണമോതിരം ഇട്ടേക്കുന്നത് ടീച്ചർ കണ്ടു എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വന്ന് ടീച്ചർ എടുത്ത് വന്നപ്പോ ഗോൾഡ് ഇടാൻ പാടില്ല എന്ന് അറിയില്ലെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു അടി കിട്ടി. ക്ലാസ്സിൽ പൊക്കോളാൻ പറഞ്ഞു. അന്ന് എന്റെ ഈ കുരുട്ട് ബുദ്ധി കാരണം ഞാൻ ആ അടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വിട്ടു. എന്നിട്ട് പാവ ഒരു പെൺകുട്ടിക്ക് അടി കിട്ടി. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഒറ്റ കൊടുത്ത് അവർക്ക് ഇതുപോലെ വല്ല ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ ട്ടാ.